നമസ്കാരം. യുകെയിലെ കുടുംബ നിയമ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു നിയമ പോരാട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ലണ്ടൻ ഹൈക്കോടതിയിൽ അന്തിമ വിധിയിലൂടെ തിരശ്ശീല വീണത്. ഇന്ത്യൻ വംശജയായ വർഷ ഗോഹിൽ തന്റെ മുൻ ഭർത്താവ് ഭദ്രേഷ് ഗോഹിലിനെതിരെ 23 വർഷമായി തുടർന്നു വന്ന വിവാഹമോചന കേസിൽ 6.6 മില്യൺ പൗണ്ട് അഥവാ ഏകദേശം 85 കോടി രൂപ നഷ്ടപരിഹാരം നേടിക്കൊണ്ട് ചരിത്ര വിജയം കൈവരിച്ചിരിക്കുകയാണ്. പങ്കാളിയുടെ വഞ്ചനയും സ്വത്തൊളിപ്പിക്കലും എല്ലാം കൃത്യമായി വിചാരണ ചെയ്യപ്പെട്ട ഈ കേസ് കേവലം ഒരു വിവാഹമോചനത്തിനപ്പുറം കള്ളപ്പണ വെളുപ്പിക്കലിന്റെയും അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയും ഞെട്ടിക്കുന്ന കഥകൾ കൂടിയാണ് പുറത്തുകൊണ്ടുവന്നത്. 2002 3 കുട്ടികളുടെ അമ്മയായ വർഷ ഗോഹിൽ ഭർത്താവ് ഭദ്രേഷ് ഗോഹിലിന്റെ മോശം പെരുമാറ്റവും പരസ്ത്രീ ബന്ധങ്ങളും ചൂണ്ടിക്കാട്ടി വിവാഹമോചനത്തിന് അപേക്ഷ നൽകുന്നത്. അക്കാലത്ത് ഭദ്രേഷ് സമർപ്പിച്ച വ്യാജ സാമ്പത്തിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് പെട്ടെന്ന് ഒത്തുതീർപ്പാക്കപ്പെട്ടു. വർഷയ്ക്ക് ഏകദേശം 2,70,000 പൗണ്ടും ഏകദേശം 3.5 കോടി രൂപ കുടുംബം ഉപയോഗിച്ചിരുന്ന ഒരു പ്യൂഷോ കാറും നൽകിക്കൊണ്ടുള്ള ഒരു ലളിതമായ ഒത്തുതീർപ്പിലാണെന്ന് കാര്യങ്ങൾ അവസാനിച്ചത്. എന്നാൽ ഭർത്താവ് തന്റെ യഥാർത്ഥ സ്വത്തുവിവരങ്ങൾ മുഴുവൻ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന ശക്തമായ സംശയം ആദ്യമേ വർഷയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. വർഷയുടെ സംശയങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത്. മുൻ നൈജീരിയൻ ഗവർണർ ജെയിംസ് ഇബോരിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ ഭദ്രേഷ് ഗോഹിൽ പ്രതിയായതോടെയാണ് കഥയാകെ മാറിയത്. ഷെൽ കമ്പനികളും വിദേശ ബാങ്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ച് ദശലക്ഷക്കണക്കിന് പൗണ്ട് കടത്തി എന്നതായിരുന്നു ഭദ്രേഷിനെതിരെയുള്ള കുറ്റം. അന്വേഷണത്തിനൊടുവിൽ കള്ളപ്പണ വെളുപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, തട്ടിപ്പ് നടത്താനുള്ള ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ തെളിയിക്കപ്പെടുകയും 2011 ഭദ്രേഷിനെ 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ക്രിമിനൽ കേസിലെ അന്വേഷണത്തിനിടയിലാണ് ഭദ്രേഷ് ഗോഹിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലായി ഒളിപ്പിച്ചു വെച്ചിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവിവരങ്ങൾ പുറത്തുവന്നത്. വിവിധ രാജ്യങ്ങളായി പടർന്നു കിടക്കുന്ന കമ്പനികളുടെ ശൃംഖലയിലൂടെ ഏകദേശം 28 മില്യൺ പൗണ്ട് 300 കോടിയിലധികം രൂപ ഭദ്രേഷ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തി. ആദ്യ വിവാഹമോചന വേളയിൽ കോടതിയെയും ഭാര്യയെയും പൂർണ്ണമായും കബളിപ്പിച്ചുകൊണ്ട് ഇയാൾ ഈ സ്വത്തുക്കളെല്ലാം മറച്ചു വയ്ക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇതോടെ വെളിച്ചത്തായി. തന്റെ മുൻ ഭർത്താവിന്റെ യഥാർത്ഥ സ്വത്തുവിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നതോടെ 2015 വർഷ ഗോഹിൽ വീണ്ടും കോടതിയെ സമീപിച്ചു. ഭർത്താവിന്റെ ചതിക്കെതിരെ പഴയ സാമ്പത്തിക ഒത്തുതീർപ്പ് റദ്ദാക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പങ്കാളിത്തന്റെ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്താൻ വിസമ്മതിക്കുകയോ അത് മറച്ചുവെക്കുകയോ ചെയ്താൽ അതിന്റെ ആനുകൂല്യം അയാൾക്ക് നൽകാനാവില്ലെന്ന ചരിത്രപ്രധാനമായ നിരീക്ഷണം UK കോടതി നടത്തി. തുടർന്ന് വർഷയ്ക്ക് കേസ് പുനരാരംഭിക്കാനുള്ള അനുമതി കോടതി നൽകുകയും ചെയ്തു. കേസ് പുനരാരംഭിച്ചെങ്കിലും വർഷയ്ക്ക് മുന്നിലുള്ള വഴി ഒട്ടും എളുപ്പമായിരുന്നില്ല. ഭദ്രേഷിൽ നിന്നും പിടിച്ചെടുത്ത സ്വത്തുക്കൾ മുഴുവൻ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ചതാണെന്നും അതിനാൽ അവ കണ്ടുകെട്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്നായിരുന്നു ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന്റെ വാദം. എന്നാൽ തങ്ങളുടെ വിവാഹ ജീവിത കാലയളവിൽ ഭദ്രേഷ് നടത്തിയ നിയമപരമായ ബിസിനസ്സുകളിലൂടെ ഉണ്ടാക്കിയതാണ് ഈ സമ്പാദത്തിൽ വലിയൊരു പങ്കെന്നും അതിനാൽ അത് ദാമ്പത്യ സ്വത്തായി പരിഗണിച്ച് തനിക്ക് വിഹിതം നൽകണമെന്നും വർഷ ശക്തമായി വാദിച്ചു. ഈ ഘട്ടങ്ങളെല്ലാം കുറ്റവാളിയായി ഭദ്രേഷ് ഗോഹിൽ തികച്ചും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ സ്വത്തുക്കളൊന്നും തന്റേതല്ലെന്ന വാദമാണ് ഇയാൾ കോടതിയിൽ ഉയർത്തിയത്. തനിക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ലെന്ന് വരുത്തി തീർക്കാനും മുൻ ഭാര്യയ്ക്ക് 1 രൂപ പോലും നൽകാതിരിക്കാനും അയാൾ അത് ശ്രമിക്കുകയും ചെയ്തു. സ്വത്തുക്കൾ ഉടമസ്ഥാവകാശം സങ്കീർണമായ വിദേശ കമ്പനികളുടെ പേരിൽ സ്ഥാപിച്ചതുവഴി കോടതിയെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കാൻ പ്രതിഭാഗം ശ്രമിച്ചു. ഒടുവിൽ കേസ് ലണ്ടൻ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വില്യംസിന്റെ ബെഞ്ചിലെത്തി. പിടിച്ചെടുത്ത സ്വത്തുക്കളുടെ ഉറവിടത്തെക്കുറിച്ച് കോടതി വിശദമായ പരിശോധന നടത്തി. നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പിടിച്ചെടുത്ത സമ്പാദത്തിൽ വലിയൊരു പങ്ക് കള്ളപ്പണമല്ലെന്നും അത് ദമ്പതിമാരുടെ ദാമ്പത്യ സ്വത്തിന്റെ പരിധിയിൽ വരുന്ന നിയമാനുസൃതമായ സമ്പാദ്യമാണെന്നും ജസ്റ്റിസ് വില്യംസ് കണ്ടെത്തി. ഇതിൽ കുറ്റമറ്റതാണെന്ന് കണ്ടെത്തി 6.6 മില്യൺ പൗണ്ട് വർഷയ്ക്ക് നൽകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു.